ഇറാനെ ഉടൻ ആക്രമിക്കുമെന്ന ഇസ്രായേലിന്റെ മുന്നറിയിപ്പ്. ഇസ്രായേൽ ഡിഫൻസ് മിനിസ്ട്രി ഡയറക്ടറാണ് ഇത് സംബന്ധിച്ച് നിർണായകമായ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ഇനി നടത്തുന്ന യുദ്ധം, ഇനി ഇറാനെതിരെ നടത്തുന്ന ആക്രമണം അതിഭീകരമായിരിക്കുമെന്നുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇസ്രായേൽ നൽകുന്നത്. നേരത്തെ ജൂൺ മാസത്തിൽ 12 ദിവസം നീണ്ട ആക്രമണം ഇറാനെതിരെ ഇസ്രായേൽ നടത്തിയിരുന്നു. ഇറാനിലെ ആണവ റിയാക്ടറുകൾ, ആണവ കേന്ദ്രങ്ങൾ, ഇറാന്റെ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ, ഇറാന്റെ ആയുധ സംഭരണശാലകൾ, മിലിറ്ററി സ്റ്റേഷനുകളൊക്കെ തന്നെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണമായിരുന്നു അന്ന് ഇസ്രായേൽ നടത്തിയത്. ആ യുദ്ധം സംബന്ധിച്ച നിർണായകമായ ചില വിവരങ്ങൾ ദിവസങ്ങൾക്ക് മുൻപാണ് പുറത്തു വന്നത്. അതായത് ഒക്ടോബർ മാസം 23-ാം തീയതി ആരംഭിച്ച ആ യുദ്ധത്തിന് തൊട്ടു മുൻപ് തന്നെ ഇറാനിലേക്ക് 100 കണക്കിന് മൊസാദിന്റെ ഏജന്റുമാർ കടന്നിരുന്നു. മൊസാദിന്റെ ഏജന്റുമാർ തന്ത്രപ്രധാനമായ ഇറാന്റെ മേഖലകൾ പിടിച്ചടക്കിയിരുന്നു. ആ മേഖലകളുടെ നിയന്ത്രണം മൊസാദിന്റെ ഏജന്റുമാരുടെ കൈകളിലായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് ഇസ്രായേൽ ആക്രമിച്ചപ്പോൾ കൃത്യസമയത്ത് തിരിച്ചടിക്കാൻ ഇറാന് കഴിഞ്ഞിരുന്നില്ല. ഇറാന്റെ ന്യൂക്ലിയർ പ്ലാന്റുകളോ ആണവായുധങ്ങളോ പ്രവർത്തിക്കാൻ ഇറാന് സാധിച്ചില്ല. ഇത് ഇറാനെ ഞെട്ടിപ്പിച്ചുവെന്നും ആയത്തുള്ള അലി ഖമേനി എന്ന പരമോന്നത നേതാവ് പോലും അന്ന് ഭയപ്പെട്ടുവെന്നും ഇറാന്റെ ഉന്നത ഉദ്യോഗസ്ഥർ പിന്നീട് വെളിപ്പെടുത്തി. ഇതിന് പിന്നാലെയാണ് മൊസാദ് എന്ന ഇസ്രായേലിന്റെ ചാരസംഘടനയുടെ ആ വൈദഗ്ധ്യം ലോകം തിരിച്ചറിഞ്ഞത്. എത്ര കൃത്യമായ ആസൂത്രണത്തോടു കൂടിയാണ് മൊസാദ് ആ യുദ്ധം നടത്തിയത് എന്നുള്ളത് പിന്നീട് ലോകത്തിന് മനസ്സിലായി. 100 കണക്കിന് മൊസാദിന്റെ ഏജന്റുമാരിൽ സ്ത്രീകളടക്കം പെടുന്നു. സർപ്പസുന്ദരികളായ സ്ത്രീകളെ റിക്രൂട്ട് ചെയ്തുകൊണ്ടാണ് അന്ന് മൊസാദ് ആ ഓപ്പറേഷൻ വിജയിപ്പിച്ചത് എന്നുള്ളത് പിന്നീട് പുറത്തു വന്ന വിവരങ്ങളാണ്. അതിന് പിന്നാലെ ഇറാനിലുടനീളം ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സും ഇറാന്റെ ഇന്റലിജൻസും പരതുകയും നിരവധി ആളുകളെ പിടികൂടി കൊലപ്പെടുത്തുകയും ചെയ്തു. ഇവരെല്ലാം തന്നെ മൊസാദിന്റെ ഏജന്റുമാരെന്നാണ് ഇറാൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല എന്ന് ഇസ്രായേലുമായി ബന്ധപ്പെട്ട, ഇസ്രായേലുമായി അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. മുൻകാലങ്ങളിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട ഇറാനിയൻ പൗരന്മാരായിട്ടുള്ള ആളുകളെ പിടികൂടി അവർക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നു. എന്നിട്ട് ലോകത്തിനെ വിശ്വസിപ്പിക്കാൻ വേണ്ടി അതിന്റെ വീഡിയോ ചിത്രീകരിച്ച ശേഷം ഇത് മൊസാദിന്റെ ഏജന്റുമാരാണ്, ഞങ്ങൾ മൊസാദിന്റെ ഏജന്റുമാരെ പിടികൂടി കൊലപ്പെടുത്തി എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നു. ഇത് വെറും കാപട്യമാണ്, ഇത് വെറും തട്ടിപ്പാണ് എന്നാണ് ഇസ്രായേൽ അനുകൂലമായ മാധ്യമങ്ങൾ വെളിപ്പെടുത്തുന്നത്. ഇറാന് ഇത്തരത്തിലുള്ള നാടകം കളിക്കാതെ നിർവാഹമില്ല. കാരണം ലോകത്തിന് മുന്നിൽ ഇറാൻ നാണം കെട്ട് നിൽക്കുകയാണ്. ഇറാൻ പറഞ്ഞു വന്നിരുന്നത് തങ്ങളുടെ ആയുധശേഖരം വലുതാണ്, മറ്റേതൊരു രാജ്യത്തെയും തകർക്കാൻ പോകുന്ന ആയുധശേഖരം തങ്ങളുടെ ഭാഗത്തുണ്ട്, ആണവ ആയുധങ്ങളുണ്ട്, വലിയ ഡ്രോണുകളുണ്ട്, മിസൈലുകളുണ്ട്, അങ്ങനെ നിരവധി ആയുധങ്ങളുണ്ട് എന്ന് വീമ്പ് പറഞ്ഞിരുന്ന ഇറാൻ ആകട്ടെ ഇസ്രായേലിന്റെ ആക്രമണത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയായിരുന്നു. തിരിച്ചൊരു മിസൈൽ പോലും അയച്ചത് 1-2 ബാലിസ്റ്റിക് മിസൈൽ. അത് ഇസ്രായേലിന്റെ വ്യോമപരിധി കടക്കുന്നതിന് മുൻപ് തന്നെ ഇസ്രായേൽ പ്രതിരോധിക്കുകയും ചെയ്തു. അങ്ങനെ ഇസ്രായേലിനെതിരെ കൃത്യമായ ഒരു ചെറുവിരൽ പോലും അനക്കാൻ കഴിയാതെ പകച്ചു നിൽക്കുന്ന ഇറാനെയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇറാനെ വീണ്ടും ആക്രമിക്കുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോഴാകട്ടെ ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനം വീണ്ടും 10 മടങ്ങ് ശക്തിയായിരിക്കുന്നു. അതായത് അയൺ ഡോമിന് പിന്നാലെ അയൺ ബീം വ്യോമ പ്രതിരോധ സംവിധാനം ഇസ്രായേൽ സജ്ജമാക്കിയിരിക്കുന്നു. അതായത് ഇന്റർസെപ്റ്റർ മിസൈലുകൾ ഉപയോഗിച്ച് മാത്രമല്ല, ലേസർ ഉപയോഗിച്ചുകൊണ്ട് ശത്രുവിന്റെ ആയുധങ്ങളെ പ്രതിരോധിക്കാൻ കഴിവുള്ള, തങ്ങളുടെ രാജ്യത്തിനുള്ളിലേക്ക് വ്യോമപരിധിക്കുള്ളിലേക്ക് കടക്കുന്ന മിസൈലുകളെ പൂർണ്ണമായും തകർക്കാൻ ശേഷിയുള്ള ലേസർ ആയുധങ്ങൾ ഇസ്രായേൽ സജ്ജീകരിച്ചിരിക്കുന്നു. അതിന്റെ പേരാണ് അയൺ ബീം. അയൺ ഡോമിനേക്കാൾ 10 മടങ്ങ് ശക്തിയുള്ള അയൺ ബീം. ഇനി മിസൈലിന്റെ ചെലവില്ല, മിസൈൽ വാങ്ങുന്നതിനുള്ള സാമ്പത്തിക ചെലവില്ല, വെറും ലേസർ രശ്മികൾ ഉപയോഗിച്ചുകൊണ്ട് ശത്രുവിന്റെ മുഴുവൻ ആയുധങ്ങളെയും തകർക്കുന്ന ആധുനിക സാങ്കേതിക വിദ്യ നടപ്പാക്കിയിരിക്കുന്നു ഇസ്രായേൽ. ഇങ്ങനെയുള്ള ഒരു രാജ്യത്തിന് ധൈര്യമായി ഇനി ഇറാനെ ആക്രമിക്കാം. ഇറാനിൽ നിന്നുള്ള എത്ര കരുത്തുറ്റ മിസൈലും ഇസ്രായേലിന്റെ വ്യോമപരിധി കടക്കില്ല. അങ്ങനെ ഇസ്രായേലിന് കൃത്യമായി ഇറാനെ ആക്രമിക്കാൻ കഴിയുകയും ഇറാന്റെ ആക്രമണത്തെ കൃത്യമായി പ്രതിരോധിക്കാൻ കഴിയുകയും ചെയ്യുമെന്നുള്ള ആത്മവിശ്വാസം ഇസ്രായേലിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഇറാനെ വീണ്ടും ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നത്. അതുമാത്രവുമല്ല, ഇറാനെ ആക്രമിക്കുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്.
ഗാസയിൽ ഇസ്രായേൽ അവസാനവട്ട യുദ്ധത്തിനിറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. ഗാസയിൽ ഇനി വളരെ കുറച്ച് ഹമാസ് ഭീകരന്മാർ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അവരെ കൂടി തീർത്താൽ ഗാസ സമ്പൂർണ്ണമായി ഇസ്രായേലിന്റെ കീഴിൽ വരും. എന്നാൽ ഇതിനിടയിൽ ഇറാന്റെ ചില ഇടപെടലുകളിലൂടെ കൂടുതൽ ഭീകരന്മാരെ ഗാസയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. ഗാസയിൽ വീണ്ടും 15,000-ഓളം ഭീകരന്മാരെ ഹമാസിന്റെ പിന്തുണയ്ക്കായി ഇറാൻ സപ്ലൈ ചെയ്തു എന്നുള്ള വാർത്തകളാണ് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. ഇത് കൃത്യമായി തന്നെ ഇസ്രായേൽ മാധ്യമങ്ങളും ഇസ്രായേൽ ഭരണകൂടവും ക്രോസ് ചെക്ക് ചെയ്യുന്നുണ്ട്. അതുകൂടി ഇറാനെതിരെയുള്ള ആക്രമണത്തിനുള്ള പ്രചോദനമായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും അധികം വൈകാതെ ഇറാനെതിരെയുള്ള യുദ്ധം ഇസ്രായേൽ ആരംഭിക്കുമെന്ന് തന്നെയാണ് ഇസ്രായേലിന്റെ ഔദ്യോഗിക വൃത്തങ്ങൾ നൽകുന്ന വിവരം. പക്ഷേ ഇക്കുറി ഇറാനെതിരെ നടത്തുന്ന ആക്രമണം കൂടുതൽ കടുപ്പമുള്ളതായിരിക്കും. നേരത്തെ ഇറാന്റെ തന്ത്രപ്രധാനമായ മേഖലകൾ ഇസ്രായേൽ ആക്രമിച്ചിരുന്നില്ല. ആയുധ കേന്ദ്രങ്ങളും അതുപോലെ മറ്റ് പ്രധാനപ്പെട്ട അവരുടെ സൈനിക കേന്ദ്രങ്ങളുമാണ് ആക്രമിച്ചത്. ഇനിയൊരു ആക്രമണം നടത്തുമ്പോൾ ഇറാന്റെ എണ്ണപ്പാടങ്ങൾ, ഇറാന്റെ എണ്ണ ശുദ്ധീകരണശാലകൾ, ഇറാന്റെ ന്യൂക്ലിയർ പവർ പ്ലാന്റ് തുടങ്ങിയവയായിരിക്കും ഇസ്രായേലി സേന ലക്ഷ്യമിടുന്നത്. അതിലൂടെ ഇറാൻ എന്ന രാജ്യത്തെ സമ്പൂർണ്ണമായി ഇല്ലാതാക്കുകയാണ് ഇസ്രായേലിന്റെ പരമമായ ലക്ഷ്യം. അതേസമയം ഗാസയെ നാലുപാട് നിന്നും വരിഞ്ഞു മുറുക്കുകയാണ് ഇസ്രായേൽ എന്നുള്ള വിവരങ്ങളാണ് ഗാസയിൽ നിന്ന് പുറത്തു വരുന്നത്. അടിക്കടി ആക്രമണങ്ങൾ, എങ്ങും വെടിയൊച്ചകളും ബോംബ് വീഴുന്ന ശബ്ദങ്ങളും മാത്രം. ഗാസയുടെ തെരുവുകൾ മുഴുവൻ തന്നെ മൃതദേഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്തകൾ അവിടെയുള്ള മാധ്യമങ്ങൾ നൽകുന്നുണ്ട്. ഗാസ മാത്രമല്ല, ഗാസ സിറ്റി മാത്രമല്ല, ജബാലിയ, ഖാൻ യൂനിസ് തുടങ്ങി നിരവധി മേഖലകളിൽ ഇസ്രായേലിന്റെ നിരന്തരമായ ആക്രമണം നടത്തുന്നു. ഇസ്രായേലിന്റെ കരസേന ഉഴുതുമറിക്കുകയാണ് ഗാസ സിറ്റി. ഗാസയിലേക്ക് നൂറുകണക്കിന് കവചിത ടാങ്കുകളിലൂടെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത്. ഇടയ്ക്കിടെ മണിക്കൂറുകളുടെ ഇടവേളയിൽ ഇസ്രായേലിന്റെ വ്യോമസേന ഗാസയിലുടനീളം ബോംബുകൾ വർഷിക്കുന്നു. അങ്ങനെ ഗാസ എന്ന നഗരത്തെ തകർത്തു തരിപ്പണമാക്കി ഒരു പ്രേതഭൂമിയാക്കി മാറ്റിയിരിക്കുന്നു ഇസ്രായേൽ. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അന്തിമ വിജയം ഉറപ്പിക്കാനാകുമെന്നാണ് ഇസ്രായേലിന്റെ സൈനിക മേധാവി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അവസാനവട്ട യുദ്ധവിജയം ഗാസയ്ക്ക് മേൽ ഞങ്ങൾ ദിവസങ്ങൾക്കുള്ളിൽ പ്രഖ്യാപിക്കും. ഗാസയിലെ അവസാന ഹമാസിന്റെ ഭീകരനെയും ഞങ്ങൾ തീർത്തു തള്ളുമെന്ന് ഇസ്രായേലിന്റെ സൈനിക മേധാവി പറയുന്നു. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമ്മർദ്ദം ബെഞ്ചമിൻ നെതന്യാഹുവിന് മുകളിലുണ്ട്. എന്നാൽ അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് 2023 ഒക്ടോബർ 7 തങ്ങളുടെ രാജ്യം നേരിട്ട ദുരന്തത്തിനുള്ള ഏറ്റവും വലിയ തിരിച്ചടി നൽകാനുള്ള അവസാനവട്ട യുദ്ധത്തിലാണ് ബെഞ്ചമിൻ നെതന്യാഹുവും ഇസ്രായേൽ കാറ്റ്സും ഇസ്രായേലി സൈന്യവും.